സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നു അത്. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രസ്താവനയിൽ കാന്തപുരത്തിന് അതൃപ്തി. യഥാർത്ഥ സമസ്ത ആര് എന്നതിലാണ് ഇപ്പോഴത്തെ തർക്കം. പ്രതികരണങ്ങൾ കാണാം. മാന്യമായ നിലക്ക് തിരിച്ചു വരാലോ പോയവർക്കൊക്കെ. അതിന് അവർക്ക് തിരിച്ചു വരാൻ പറ്റണ ഒരു മാന്യമായ ഒരു അവസ്ഥ ഉണ്ടാക്കൂടി വേണം. അത് സ്വാഭാവികം അങ്ങനല്ലേ. അവർ നമ്മൾ തള്ളി പറയാനൊന്നും പറ്റില്ലല്ലോ. ഒരു സംഘടനയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കല്ലേ. നമ്മളെ വേണ്ടപ്പെട്ടവരും നമ്മളുടെ ആശയമുള്ളവരൊക്കെ ആയിരുന്നല്ലോ അവർ. സംഘടനാപരമായൊക്കെ ചില ഭിന്നിപ്പുകളും മറ്റു ചില ഭിന്നിപ്പുകളൊക്കെ കാരണം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പരിഹരിച്ചു കൊണ്ടിട്ട് തിരിച്ചു വരാമല്ലോ. ഞങ്ങൾ സമസ്തയുടെ മുശാവറ അതിനെ അംഗീകരിച്ചു, ചെയ്തോളി എന്ന് പറഞ്ഞ് കുറച്ച് ആളുകളെ അതിനു വേണ്ടി ഏൽപ്പിച്ചു. സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട്. എന്നാൽ അവർ MLA സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത്. AK അഭിലാഷ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ്, മുപ്പിളമ തർക്കം സമവായത്തിലേക്ക് എത്തുന്നതിന്റെ കല്ലുകടിയാകുമോ? സമുദായത്തിന്റെ വിശാലമായ താല്പര്യം പരിഗണിച്ചുകൊണ്ട് ഐക്യനീക്കങ്ങൾക്ക് പച്ചക്കൊടി കാണിക്കുന്നുണ്ട് ഇരു വിഭാഗവും. പക്ഷേ ഇപ്പോഴും അത് സംബന്ധിച്ചുള്ള അതൃപ്തികൾ പുകയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയ ഗർവാപ്പസി പരാമർശത്തോട് അനുകൂലമായല്ല അവർ പ്രതികരിക്കുന്നു എന്നതാണ്. ഇതിന്റെ അതൃപ്തി പരസ്യമായി തന്നെ കാന്തപുരം കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്ന ഈ സമ്മേളനത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതായത് 1989 ഈ സമസ്തയിൽ നിന്ന് മാറുമ്പോൾ അല്ലെങ്കിൽ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിൽ സമസ്തയിൽ നിന്നല്ല തങ്ങൾ ഇറങ്ങിപ്പോയതെന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ അന്ന് ഇറങ്ങിപ്പോകുമ്പോഴുണ്ടായിരുന്ന ആ ഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ അല്ലെങ്കിൽ പിന്നീട് വന്ന മെമ്പർഷിപ്പ് എടുത്ത ആളുകളാണ് തങ്ങളോട് ഇപ്പോൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നതെന്ന് പറയുമ്പോൾ അത് പ്രധാനമായും ജിഫ്രി തങ്ങൾക്കെതിരെയുള്ള ഒരു ഒളിയമ്പായിട്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശിക്കപ്പെടുകയും ചെയ്തത്. കാരണം ജിഫ്രി തങ്ങൾ പിന്നീടാണ് മെമ്പർഷിപ്പ് എടുത്ത് സമസ്തയുടെ ഭാഗമായത് എന്നടക്കമുള്ള വിമർശനങ്ങൾ നേരത്തെ ഒരുപാട് തവണ വരികയും ചെയ്തത്. ഇതിന്റെ ഭാഗമായി തന്നെ വേണം കാന്തപുരത്തിന്റെ വിമർശനങ്ങളെ കൂടി കാണാൻ എന്നതാണ്. അതേസമയത്ത് യഥാർത്ഥ സമസ്ത ആരാണ് എന്നുള്ള ചോദ്യം കൂടി അവർ ഉന്നയിക്കുന്നു. തങ്ങൾ പിരിഞ്ഞു പോയവരാളല്ല, അങ്ങനെ പിരിഞ്ഞുപോയ ആളുകൾക്ക് മാത്രമാണ് തിരിച്ചു വരാൻ കഴിയുക എന്നുള്ള നിലപാടാണ് കാന്തപുര വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. ആ ഘട്ടത്തിൽ ഈ ഐക്യശ്രമങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ലഭ്യമാകുകയും ചെയ്തത്. ഉണ്ടായാൽ തന്നെ അത് ഐക്യമായിരിക്കും, ലയനമായിരിക്കില്ല അല്ലേ? തീർച്ചയായിട്ടും ഐക്യനീക്കങ്ങൾ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാരണം സമുദായത്തിന് നിരവധി സംവിധാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പ്രസ്ഥാനങ്ങളൊക്കെയായി അവർ മുന്നോട്ട് പോവുകയാണ്. വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ലയനവുമായി മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ള ചോദ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. അത് ശരിവെക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഇരുവിഭാഗം നേതാക്കളുടെ ഭാഗത്ത് വരുന്ന പ്രതികരണങ്ങൾ എന്നുള്ളതാണ്. കാരണം ഈ ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് ഇപ്പോഴും അതൃപ്തിയുണ്ട്. പക്ഷേ മധ്യസ്ഥനെ നിയമിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാദിഖ് അലി തങ്ങളടക്കമുള്ള ആളുകളെ മാറ്റി നിർത്തുന്നു എന്നുള്ള പരാതികൾ മുസ്ലിം ലീഗ് അനുകൂല വിഭാഗത്തിന്റെ ഭാഗത്ത് വരുന്നതും നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അതേ സമയത്ത് സാദിഖ് അലി തങ്ങളെ ഇതിന്റെ ഭാഗമാക്കാനുള്ള നീക്കങ്ങൾ കാന്തപുര വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ള ചില സൂചനകൾ കൂടി ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകളിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കാന്തപുരം ഐക്യശ്രമങ്ങൾക്ക് പച്ചക്കൊടി വീശുന്നത്. അത് വിശാലമായ സമുദായത്തിന്റെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് മാത്രമാണ്. അതോടൊപ്പം തന്നെ യഥാർത്ഥ സമസ്ത ആരാണ് എന്നുള്ള ചോദ്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഐക്യശ്രമങ്ങളോട് 37 വർഷത്തെ ചരിത്രമുണ്ട് സമസ്തയുടെ. പിളർപ്പിന് അന്ന് ഇറങ്ങിപ്പോയത് സമസ്തയിൽ നിന്നല്ല, ഒരു യോഗത്തിൽ നിന്ന് തന്നെയാണ് എന്ന് കാന്തപുരം പറയുന്നു. ആരാണ് യഥാർത്ഥ സമസ്ത എന്നുള്ളത് കരഘോഷങ്ങളോടെയാണ് ആ വാക്കുകളെ അണികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമാക്കുകയാണ് എത്രത്തോളം ഭിന്നത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത്.